നമസ്കാരം. എൻ്റെ പേര് ഡോക്ടർ ഹരിശങ്കർ. ഞാൻ കാലിക്കറ്റ് ആസ്ട്രോമിംസ് ഹോസ്പിറ്റലിലെ പീഡിയാട്രിക് നെഫ്രോളജിസ്റ്റാണ്. ഇന്ന് മാർച്ച് 13, 2025 നമ്മൾ വേൾഡ് കിഡ്നി ഡേ ആയിട്ട് കൊണ്ടാടുകയാണ്. ഈ വർഷത്തെ വേൾഡ് കിഡ്നി ഡേയുടെ തീം എന്താണെന്ന് അറിയാമോ? ആർ യുവർ കിഡ്നീസ് ഓക്കെ? ഡിറ്റക്ട് ഏർലി ആൻഡ് പ്രൊട്ടക്ട് യുവർ കിഡ്നി ഹെൽത്ത് എന്നാണ്. അപ്പോൾ ഈ ചോദ്യം നമ്മളെല്ലാവരും സ്വന്തമായിട്ട് ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. ആർ അവർ കിഡ്നീസ് ഓക്കെ? ആർ വി ഡൂയിങ് അഡിക്വേറ്റ്ലി ഫോർ അവർ കിഡ്നീസ്? ആർ വി ഡൂയിങ് ഇനഫ് ഫോർ അവർ കിഡ്നീസ്? നമ്മുടെ കിഡ്നിയെ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ നമ്മുടെ കിഡ്നി ഹെൽത്ത് ഓക്കെ ആണോ? ഇത് നമ്മൾ എപ്പോഴെങ്കിലും ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടോ? അപ്പോൾ കുട്ടികളുടെ കിഡ്നി ഹെൽത്ത് നമ്മുടെ വലിയ ആൾക്കാരുടെ പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പല കിഡ്നി ഡിസീസസും കുട്ടികളിൽ കാണപ്പെടുന്നുണ്ട്. അപ്പോൾ അത് കുറച്ച് കാലം, വളരെ ചെറിയ കാലത്തേക്കുള്ള ഗ്ലോമറുലോനെഫ്രൈറ്റിസ്, യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ പോലുള്ള ടെമ്പററി ആയിട്ട് പക്ഷെ വളരെ ശ്രദ്ധിക്കേണ്ട അസുഖങ്ങൾ ആയിട്ട് വരാം. അല്ലെങ്കിൽ നെഫ്രോട്ടിക് സിൻഡ്രോം പോലെയുള്ള കുറച്ചധികം കാലം നീണ്ടു നിൽക്കുന്ന ചില അസുഖങ്ങളായിട്ടും കാണപ്പെടാറുണ്ട്. അപ്പോൾ കുട്ടികളിലും ധാരാളം കിഡ്നി അസുഖങ്ങൾ കാണപ്പെടാറുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് കുട്ടികളിൽ ശ്രദ്ധിക്കേണ്ട സിംറ്റംസ് എന്ന് പറയാം, അല്ലെങ്കിൽ രോഗലക്ഷണങ്ങൾ, കിഡ്നി അസുഖങ്ങളുടെ രോഗലക്ഷണങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ കുട്ടികളിൽ ശ്രദ്ധിക്കേണ്ടതെന്ന് പറയാം. ആദ്യമായിട്ട് കണ്ണിന് ചുറ്റുമുള്ള നീർവീക്കം, കാലിലുള്ള നീര് എന്നിവ വളരെ ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. അതുപോലെ തന്നെ യൂറിനിലുള്ള ചില മാറ്റങ്ങൾ, മൂത്രം ഒഴിക്കുമ്പോഴുള്ള വേദന, വിട്ടുമാറാത്ത പനി, ഇവയൊക്കെ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷന്റെ സിംറ്റംസ് ആകാം. അതേപോലെ തന്നെ യൂറിന്റെ കളർ മാറ്റം, കറുത്ത കളറാവുക, ചുവന്ന കളറിൽ ബ്ലഡ് ആയിട്ട് പോവുക, ഇതൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അതേപോലെ തന്നെ കുട്ടികളിൽ വിട്ടുമാറാത്ത അനീമിയ, വിളർച്ച, അതേപോലെ തന്നെ കുട്ടികളിൽ കാണപ്പെടുന്ന അവരുടെ ഹൈറ്റ്, വെയിറ്റ് എന്നിവ പ്രോപ്പറായിട്ട് ഹൈറ്റ്, വെയിറ്റ് വെക്കാതിരിക്കുക, ഇതെല്ലാം കിഡ്നി ഡിസീസസിന്റെ സിംറ്റംസ് ആകാം. കാലിന്റെ വളവ്, അത് നമ്മൾ റിക്കറ്റ്സ് എന്ന അസുഖമായിട്ടാണ് കണക്കാക്കുന്നത്. കുട്ടികളിൽ കാല് വളഞ്ഞു പോവുക. അപ്പോൾ റിക്കറ്റ്സിന് ചിലപ്പോഴൊക്കെ കിഡ്നി ഡിസീസസും കിഡ്നി രോഗങ്ങളും കാരണമാകാം. ഇതൊക്കെയാണ് കോമൺ ആയിട്ട് കുട്ടികളിൽ കാണപ്പെടുന്ന കിഡ്നി സിംറ്റംസ്. എങ്ങനെ നമുക്ക് നമ്മുടെ കിഡ്നിയെ പ്രൊട്ടക്ട് ചെയ്യാം, അല്ലെങ്കിൽ എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കാം എന്ന് നമുക്ക് പറയാം. ആദ്യമായിട്ട് ഇത്തരം സിംറ്റംസ് ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഒരു പീഡിയാട്രീഷ്യനെ കാണിച്ചിട്ട് വേണ്ട ടെസ്റ്റുകളൊക്കെ ചെയ്ത് കിഡ്നിക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെന്ന് ഉറപ്പുവരുത്തുക. ഓക്കെ. സെക്കൻഡായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഹെൽത്തി ലൈഫ് സ്റ്റൈൽ കാര്യങ്ങളാണ്. അതായത് ഇപ്പോൾ ഒബിസിറ്റി, അമിതവണ്ണം വളരെയധികം കുട്ടികളിൽ കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഹൈപ്പർ ടെൻഷൻ, അതായത് അമിതമായ രക്തസമ്മർദ്ദം, ഡയബറ്റിസ്, ഇതൊക്കെ കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ട്. അപ്പോൾ ഹൈപ്പർ ടെൻഷനുമായിട്ട് ബന്ധപ്പെട്ട് വിട്ടുമാറാത്ത തലവേദനയൊക്കെ കുട്ടികളിൽ ഇപ്പം അമിതമായിട്ട് ഒരുപാട് വിട്ടുമാറാത്ത തലവേദന, നീണ്ടു നിൽക്കുന്ന തലവേദനകളൊക്കെ കാണുന്നുണ്ട്. ഇതും കിഡ്നി ഡിസീസസിന്റെ അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷന്റെ ഒക്കെ ഒരു ഭാഗമായിട്ട് വരാവുന്നതാണ്. അതും നമ്മൾ ചെക്ക് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇത്തരം അമിതവണ്ണം തടയാനുള്ള ചില മുൻകരുതലുകൾ നമ്മൾ എടുക്കേണ്ടത് അത്യാവശ്യമാണ്. പ്രോപ്പറായിട്ടുള്ള എക്സസൈസ് ചെയ്യുക, അമിതമായിട്ട് ഉപ്പ്, അമിതമായിട്ടുള്ള ഷുഗറൊക്കെ അടങ്ങിയ ഭക്ഷണങ്ങൾ ഒഴിവാക്കുക, പ്രോസസ്ഡ് ആൻഡ് പാക്ഡ് ഫുഡ്സിന്റെ ഉപയോഗം വളരെയധികം കുറയ്ക്കുക. പിന്നെ കിഡ്നിക്ക് വേണ്ടി നമുക്ക് ചെയ്യാവുന്ന കാര്യം ധാരാളം വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. പിന്നെ ചില ഹെർബൽ പ്രോഡക്ട്സ്, അതേപോലെ തന്നെ വേദന സംഹാരികൾ, അതേപോലെ ഉള്ള ചില ഹെർബൽ മെഡിസിൻ, സ്കിൻ ക്രീംസ്, ഇതൊക്കെ ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ഉള്ള ഉപയോഗം വളരെയധികം കുറയ്ക്കുക. ഇതൊക്കെയാണ് ബേസിക് ആയിട്ട് നമുക്ക് ശ്രദ്ധിക്കേണ്ട കുറച്ച് സിംറ്റംസ്, ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളും. താങ്ക് യു.